ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीवैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्द राधाकान्द नमोस्तुते। तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। पंचतत्वात्मकं कृष्णं भक्तरूपा स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं। वैराग्य विद्या निज भक्ति योगा शिक्षार्थमेक पुरुष पुराण श्री कृष्ण चैतन्य शरीरधारी कृपां दिव्यस्तमहं प्रपद्ये। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। हरे कृष्ण हरि ओम तत्सत्। ചൈതന്യ ചരിതാമൃത മധ്യലീല 8-ാമത്തെ അധ്യായത്തിലെ 91-ാമത്തെ ശ്ലോകം മുതൽക്കാണ് വായിക്കുന്നത്. ഏതാമാം പ്രപദ്യന്തെ താം സദൈവ ഭജാമ്യഹം മമ വർത്തമാനുവർത്തന്തെ മനുഷ്യാ പാർത്ഥാ സർവസഃ. ഏതാമാം പ്രപദ്യന്തെ താം സദൈവ ഭജാമ്യഹം മമ വർത്തമാനുവർത്തന്തെ മനുഷ്യാ പാർത്ഥാ സർവസഃ. ഹരേ കൃഷ്ണ. ये यथा मां प्रपद्यन्ते तांस्तदैव भजाम्यहं मम वर्तानुवर्तन्ते मनुष्यः पार्था सर्वशः. According to Lord Krishna in the Bhagavad Gita 4.11, yes, all surrender unto me. I reward them accordingly. Everyone follows my path in all respects. O son of truth. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീത പറയുന്നു, എങ്ങനെയാണോ ഒരു ഭക്തൻ എന്നെ സമീപിക്കുന്ന അതനുസരിച്ച് അതിന് അനുസൃതമായിട്ട് ഞാൻ അവർക്ക് അതിനുള്ള റിവാർഡ്, അതിനുള്ള പ്രതിഫലം ഞാൻ കൊടുക്കും. ഓക്കെ, എല്ലാവരും ഞാൻ നിർദ്ദേശിച്ചിരിക്കുന്ന ആ പന്ഥാവിലൂടെ സഞ്ചരിക്കുന്നു സൺ ഓഫ് പൃഥ്വ എന്നർത്ഥം. ഇത് ഭഗവത്ഗീതയിലെ ശ്ലോകമാണ്. കവിദാസ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഇവിടെ പറയുന്നത്. ഇവിടെ ഏതാണ് നമ്മളുടെ ചർച്ചാ വിഷയം? എന്താണ്? എന്താണ് നമ്മുടെ ടോപ്പിക്? സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്താണ്? ആരായിട്ടുള്ള സംവാദമാണ്? രാമാനന്ദരായ്. രാമാനന്ദരായ് ചൈതന്യ മഹാപ്രഭു അല്ലേ? ചൈതന്യ മഹാപ്രഭു. 92. ये प्रेमेरानुरूपा न पारे भजिते अतएवारिणी हया कहे भागवते. ये प्रेमीरे अनुरूपा न परे भजते अत्वारिणी हया काहे भागवते. In Srimad Bhagavatam, it is said that Lord Krishna cannot proportionately reciprocate devotional service in Madhurya Rasa. Therefore, he always remains indebted to solitude. അപ്പോൾ ഭഗവത്ഗീതയിൽ പറഞ്ഞതിന് വിപരീതമായിട്ട് ശ്രീമദ് ഭാഗവതത്തില് ഭഗവാൻ തന്നെ പറയുന്നു. അതായത് ഭഗവാന് തൻ്റെ ഉത്തമ ഭക്തന്മാരോട് അവരുടെ അർഹതയ്ക്ക് അനുസരിച്ചിട്ട് റെസിപ്രോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. മാധുര്യ രസത്തിലുള്ളത് അല്ലെ, മാധുര്യ രസത്തിലുള്ള തൻ്റെ പ്രേമി
ഭക്തരോട് എന്താണോ ഭഗവത്ഗീതയിൽ പറയുന്നത് അതല്ല അവിടെ പറയുന്നത്. ഭാഗവതത്തിൽ എനിക്ക് അവർക്ക് അവരുടെ അർഹതയ്ക്ക് അനുസരിച്ച് എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് ഒരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും ഒരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് വരുന്നത്. അതാണ് ഇതിനു മുമ്പേ ഭഗവത്ഗീതയിലത്തെ ആ ശ്ലോകം ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത്. ഭാഗവതത്തിൽ പറഞ്ഞത് അങ്ങനെയല്ല. കാരണം പല ഗ്രേഡേഷൻസ് ഉള്ള ഭക്തരുണ്ട്. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന്റെ ആവശ്യപ്രകാരം രാമാനന്ദരായി ഓരോ പടിപടിയായിട്ട് ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരാണ്. വർണ്ണാശ്രമ ധർമ്മത്തിൽ കൊണ്ടുവന്ന് എവിടേക്ക് എത്തി? ഭക്തിയിലേക്ക് എത്തി. ഓരോ പടിപടിയായിട്ട് ഉയർന്ന് ഭക്തിയിലേക്ക് എത്തി. ഭക്തിയിലും ഗ്രേഡേഷൻസ് ഉണ്ട്. ശാന്തരസം, ദാസ്യരസം, സഖ്യരസം, വാത്സല്യരസം, മാധുര്യരസം. ഇതെല്ലാം ഓരോ ആ തലങ്ങളും ഓരോ മെലോസും ഓരോ രസങ്ങളും അതിനാൽ അതിൻ്റെ പരിപൂർണ തലത്തിലാണെങ്കിലും കൂടിയിട്ട് മാധുര്യരസം എല്ലാറ്റിലും ഉപരിയായി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയത് അല്ലേ? സുപ്പീരിയർ ആണ് മാധുര്യരസം മറ്റുള്ള രസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഡിവോഷണൽ സർവീസ് ചെയ്യുന്ന, മാധുര്യ പ്രേമത്തില് ഭക്തി ചെയ്യുന്ന അവർക്ക് ഭഗവാൻ റെസിപ്രോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എപ്പോഴും ഒരു കടക്കാരനായിട്ട് നിൽക്കുന്നു. കടക്കാരൻ എന്ന് പറഞ്ഞാൽ ഡെറ്റർ. എപ്പോഴും എൻ്റെ കടമ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ഡെറ്റ് എപ്പോഴും അവർക്ക് വേണ്ടി ബാക്കി ഉണ്ടായിരിക്കും. ഹി ഓൾവേസ് റിമെയിൻ ആസ് എ ഡെറ്റർ ടു സച്ച് ഡിവോട്ടീസ്. പ്രതിഫലം കൊടുക്കാൻ പറ്റുന്നില്ല, അവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ടുള്ള പ്രതിഫലം കൊടുക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ നോക്കാം. പാരയേഹം നിരവധ്യ സംയുജം സ്വസാധു കൃത്യം വിബുധായുസാപി വാഹ യാമാ ഭജൻ ദുർജരഗേഹ ശൃംഖല സംവൃശ്യ തദ്വാ പ്രതിയാതു സാധുനാ. സംയുജാം വിബുധായുഷാഭിവാ യമ്മാ ഭജൻ ദുർജയ ശൃംഖല സംദൃശ്യ തദ്വാ പ്രതിയാതു സാധുനാ. Okay, when the gopis were overwhelmed with dissatisfaction due to Lord Krishna's absence from the Rasa Leela, Krishna returned to them and told them. നമുക്കെല്ലാവർക്കും അറിയാം, ഗോപികുമാര് രാസലീല കളിക്കുന്ന സമയത്ത് ഭഗവാൻ കൃഷ്ണൻ അപ്രത്യക്ഷപ്പെട്ടു പെട്ടെന്ന്. ഓക്കെ, പിന്നെ അതിനുശേഷം ഭഗവാൻ തിരിച്ചു വന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, മൈ ഡിയർ ഗോപീസ്, അവർ മീറ്റിംഗ് ഈസ് സർട്ടൻലി ഫ്രീ ഓഫ് ഓൾ മെറ്റീരിയൽ കണ്ടമിനേഷൻ. നമ്മൾ ഒന്നും ഭൗതിക തലത്തിലുള്ള ഒരു കാര്യങ്ങളല്ല ചെയ്യുന്നത്. ഓക്കെ, എല്ലാം ബിയോണ്ട് മെറ്റീരിയൽ കണ്ടമിനേഷൻ. എന്താണ് ബിയോണ്ട്? അതായത് ഈ ത്രിഗുണാത്മകത്തിലല്ല നമ്മളുടെ ഈ കാര്യങ്ങളെല്ലാം, ഈ ലീലകളെല്ലാം നടക്കുന്നത്. 3 ഗുണങ്ങളിലും അതീതമായിട്ടുള്ള തലത്തിലാണ് നമ്മളുടെ ഈ രാസലീല ഡാൻസ് എല്ലാം നടക്കുന്നത്. ഐ മസ്റ്റ് അഡ്മിറ്റ് that in many lives it would be impossible for me to repay my debt to you because you have cut off the bondage of family life just to search for me. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം എനിക്ക് സമ്മതിച്ചേ പറ്റൂ. അതായത് ഒരു ജന്മത്തിലും എനിക്കിത് തിരിച്ചടയ്ക്കാൻ പറ്റില്ല. അത്രയും കടപ്പെട്ടവനാണ് ഞാൻ. നിങ്ങളുടെ എല്ലാ കുടുംബജീവിതവും അതിൻ്റെ ആ ബന്ധനങ്ങളെല്ലാം മുറിച്ച് അതിനെല്ലാം തുച്ഛവില കൽപ്പിച്ച് നിങ്ങളെ എന്നെ അന്വേഷിച്ചു വന്നു. ഓക്കെ, എല്ലാ മോറൽ എത്തിക്കൽ വാല്യൂസിനെയും ഖണ്ഡിച്ച് അതിനെല്ലാം വളരെ നിഷ്പ്രയാസം, അതിനൊന്നും യാതൊരു വാല്യൂ കൊടുക്കാണ്ട് എന്നോടുള്ള സ്നേഹത്തും കൊണ്ട് അന്വേഷിച്ച് അതെല്ലാം ഛേദിച്ച് ഇവിടെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഒരു ജന്മത്തിലും നിങ്ങളുള്ള കടപ്പാട് അത് തീർക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കോൺസിക്വന്റ്ലി ഐ എം അൺഎബിൾ ടു റിപേ യു. അതുകൊണ്ട് എനിക്ക് തിരിച്ചടയ്ക്കാൻ പറ്റില്ല, അത്രയും കടപ്പാട് നിങ്ങളോട് ഉണ്ട്. Therefore, please be satisfied with your honest activities in this regard. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ആ നിങ്ങളുടെ ഗ്ലോറിയസ് ആക്ടിവിറ്റീസ് തന്നെ നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് ഇരിക്കട്ടെ എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം വെച്ചാൽ നമ്മളൊരു സമൂഹത്തിൽ, ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ചില എത്തിക്കൽ വാല്യൂസ്, മോറൽ വാല്യൂസ് ഇതെല്ലാം നമുക്കുണ്ട് അല്ലേ, സാധാരണ നിലയിൽ. അതിനെല്ലാം ഛേദിച്ച് അതിനെല്ലാം ഒരു പ്രാധാന്യം കൊടുക്കാണ്ട്
എസ്പെഷ്യലി സ്ത്രീകൾക്ക് തൻ്റെ വീട്ടിലെ ഭർത്താവുണ്ട്, അച്ഛനമ്മമാരുണ്ട്, കുട്ടികളുണ്ട്, സഹോദരി സഹോദരന്മാരുണ്ട്, പിന്നെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്. ഇവരെല്ലാം എന്ത് പറയും ഒന്നും ആലോചിക്കാണ്ട് ഒരു രണ്ടാമതൊരു വിചാരമില്ലാണ്ട് അതിന് ഡെഡ് ഓഫ് ദ നൈറ്റില്, രാത്രി ആ മിഡ് നൈറ്റിലാണ് ഇതെല്ലാം വിട്ട് ഭഗവാനെ തേടി വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനില് ഒരു മിനിറ്റ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനില് ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ ഇതെല്ലാം തിരിച്ചടക്കിയ ഈ സ്നേഹത്തിന്റെ അതിന്റെ മുമ്പിൽ ഞാൻ തോറ്റു വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ മുമ്പില്, നിങ്ങളുടെ സ്നേഹത്തിന് മുമ്പില് ഞാൻ തോറ്റു തന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. 94. യദ്യപി കൃഷ്ണ സൗന്ദര്യ മാധുര്യേരധുര്യ വ്രജദേവീര സംഘേ താൻരാബാടയേ മാധുര്യ. യദ്യപി കൃഷ്ണസൗന്ദര്യ മാധുര്യ പ്രജാദേവീരസംഘേ തൻരാബാധേ മാധുര്യ. Although Krishna's unparalleled beauty is the topmost sweetness of love of Godhead, his sweetness increases unlimitedly when he is in the company of the gopis. Consequently, Krishna's exchange of love with the gopis is the topmost perfection of love of Godhead. അപ്പോൾ രാമാനന്ദറായി ഈ സ്റ്റേറ്റ്മെന്റിൽ വന്നിരിക്കുകയാണ്. അതായത് ഭഗവാന്റെ ആ സൗന്ദര്യം, അതാണ് ടോപ്പ് മോസ്റ്റ് സ്വീറ്റ്നസ്. ഭഗവാന്റെ ഏറ്റവും ഉച്ചകോടിയിലുള്ള ആ സൗന്ദര്യമാണ് ഏത്? ഭഗവാന്റെ സൗന്ദര്യം. അതാണ് ടോപ്പ് മോസ്റ്റ്. എങ്കിലും കൂടി ഈ സ്വീറ്റ്നസ് ഇൻക്രീസസ് എന്ന് പറഞ്ഞു, അത് കൂടിക്കൊണ്ടേയിരിക്കുന്നു അൺലിമിറ്റഡ്ലി. അതാണ് നമ്മൾ വരുന്ന ആനന്ദാംബുധി വർധനം, അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എപ്പോ? ഗോപികമാരുടെ ആ കമ്പനിയിൽ വരുമ്പോൾ, ഗോപികമാരുടെ അസോസിയേഷനിൽ വരുമ്പോൾ, ഭഗവാൻ ഗോപികമാരുടെ അസോസിയേഷൻ വരുമ്പോൾ ആ മാധുര്യം അത് പ്രതിപദം കൂടിക്കൊണ്ടേയിരിക്കുന്നു. ആനന്ദാംബുധി വർധനം പ്രതിപദം. Consequently, Krishna's exchange of love with the gopis is the topmost perfection of love of God. അപ്പോൾ ഗോപികമാരായിട്ടുള്ള ആ എക്സ്ചേഞ്ച്, ലവിങ് എക്സ്ചേഞ്ച്, അതാണ് ടോപ്പ് മോസ്റ്റ് പെർഫെക്ഷൻ. അപ്പൊ എന്താണ്, എവിടുന്നാണ് തുടങ്ങിയത്? വാട്ട് ഈസ് ദ പെർഫെക്ഷൻ ഓഫ് ഇൻ വൺസ് ലൈഫ്? അതാണ് അവിടുന്നാണ് ചോദ്യം തുടങ്ങിയത് അല്ലേ? അപ്പോഴാണ് ആദ്യം പറഞ്ഞത് എന്താണ്? വർണ്ണാശ്രമധർമ്മം. അവിടുന്നാണ് ഇവിടെ ഈ തലത്തിലേക്ക് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു രാമാനന്ദറായിയെ കൊണ്ട് എത്തിച്ചത്. അപ്പൊ ഇവിടെ രാമാനന്ദറായി തന്നെ പറയുന്നുണ്ട്, തുമി വക്ത തുമി ശ്രോത. അങ്ങ് തന്നെ വക്താവും അങ്ങ് തന്നെയാണ് ശ്രോതാവും. കാരണം ആ ചൈതന്യ മഹാപ്രഭുവിന്റെ ആഗ്രഹം എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് രാമാനന്ദറായി മുഖേന ചൈതന്യ മഹാപ്രഭു തൻ്റെ ഭക്തന് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോ രാമാനന്ദറായുടെ ഹൃദയത്തിനുള്ളിൽ പ്രകാശിക്കുന്നത്, ആ ജ്ഞാനം കൊടുക്കുന്നവരാണ്, അതും ചൈതന്യ മഹാപ്രഭു. അപ്പൊ എന്താണോ ചൈതന്യ മഹാപ്രഭു കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, അത് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടല്ല, അത് രാമാനന്ദറായി മുഖേന കേൾക്കണം. അപ്പോഴാണ് രാമാനന്ദറായിക്ക് അതിനുള്ള അത്രയും ആ ഒരു റെഫറൻസ് അല്ലെങ്കിൽ ആ ഒരു സ്ഥലം, ഒരു ക്രെഡിറ്റ് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് തുമി വക്ത തുമി ശ്രോത എന്ന് രാമാനന്ദറായി ഇവിടെ പറയുന്നത്. കൃഷ്ണ ആൻഡ് ഹിസ് ഡിവോട്ടീസ് become perfectly intimate in conjugal love of Godhead. In other mellows, the Lord and the devotees do not enjoy transcendental bliss as perfectly. The next verse, Srimad Bhagavatam, will illustrate this point. ഇപ്പോൾ ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാരും ഇപ്പൊ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്ന തലം ഏതാണ്? മാധുര്യഭാവം. ഓക്കെ, മറ്റുള്ള ഇതില് ആനന്ദമില്ല എന്ന് പറയുന്നത്, പക്ഷെ ദിസ് is a special place. ദിസ് ഈസ് എ സ്പെഷ്യൽ പ്ലേസ്. അതിന് പ്രത്യേക തലം തന്നെയാണ്. അതാണ് അവിടെ പറയുന്നത്. ഈ മെലോ, അതായത് മാധുര്യഭാവം, ആനന്ദാംബുധി വർധനം, അത് കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നു. ശ്രീമദ് ഭാഗവതത്തില് എന്താണ് പോയിന്റ് നോക്കാം. തത്രാതിഷു സുഭേതാഭേർ ഭഗവാൻ ദേവകീ സുതാ മധ്യേ മണിനാം ഹൈമാനാം മഹാമരകതോ യഥാ.
तत्र सुखवेतापि भगवान् देवकी सुता मध्ये मनिनां हैमानां महामारकतो यथा. Although the son of Devaki, the supreme personality of Godhead, is the reservoir of all kinds of beauty, then when he is among the gopis, he nonetheless becomes more beautiful, for he resembles a Marakatha jewel surrounded by golden other jewels. Devaki Madhavinte Magan, Purna Purushottam Bhagwan, എല്ലാ സൗന്ദര്യത്തിന്റെയും ഉറവിടമാണ് അല്ലെ, സോഴ്സ് ആണ്. വെൻ ഹീസ് എമംഗ് ദ ഗോപീസ്, അതേ ആ ഭഗവാൻ പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ ഗോപിമാരുടെ ഇടയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം കൂടുതൽ സൗന്ദര്യവാനാവുന്നു. എന്താണ്? ഫോർ ഹി റിസംബിൾസ് എ മരതക ജ്വൽ. മരതക ജ്വൽ പറഞ്ഞാൽ എന്താണ്? മരതക ഏതാണ്? ഏത് ജ്വലാണ്? അറിയോ ആർക്കെങ്കിലും? മരതക ജ്വൽ ഏതാണ്? സഫയർ ആണ്, ഗ്രീൻ സഫയർ അല്ലേ? അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, അത് ചോദിക്കുന്നത്. എന്തായാലും വൺ ഓഫ് ദ ബെസ്റ്റ് ജ്വൽസ് സറൗണ്ടഡ് ബൈ ഗോൾഡ് ആൻഡ് അതർ ജ്വൽസ്. എമറാൾഡ് ആണല്ലോ. ഓക്കെ, എമറാൾഡ് ആണ്. അതല്ല, ഗ്രീൻ സഫയർ അല്ല അത്, എനിക്ക് തോന്നുന്നു. എന്തായാലും യെല്ലോ കളർ ആണ് പോലും. യെല്ലോ കളർ, എമറാൾഡ്. അതെന്താ കളർ? പച്ചന്നെ. മരതകം. അതെ, പച്ചന്നെ പ്രഭു. അപ്പോ അത് അങ്ങനത്തെ ഒരു ജ്വല്ലിനെ അതിനെ എന്തുകൊണ്ട് കിട്ടിയതാ? ഗോൾഡും മറ്റുള്ള ജ്വല്ലറിയും കൊണ്ട് ബി ഡെക്ട് വിത്ത് ഗോൾഡ് ആൻഡ് അതർ ജ്വൽസ്. അത്രയും സൗന്ദര്യം ഉള്ള ഒരു ജ്വൽ ആയിട്ട് കാണുന്നു ഭഗവാൻ കൃഷ്ണൻ ഗോപിമാരുടെ മധ്യത്തിലായി നാം. പ്രഭു കഹേ യേ സാധ്യാവധി സുനിശ്ചയാ കൃപാ കരി കഹാ യദി ആഗേ കിച്ചു ഹയാ. प्रभु कहे सत्यवादी सुनिश्चया कृपाकारी कहा यादे यादे किच्छु हया. Lord Chaitanya Mahaprabhu replied, "This is certainly the limit of perfection, but please be merciful to me and speak more if there is more." മഹാപ്രഭുവിനെ കേട്ടിട്ട് മതിയാവുന്നില്ല. തീർച്ചയായിട്ടും ഇത് പെർഫെക്റ്റ്, വളരെ വളരെ പെർഫെക്റ്റ് ആണ്, ഹൈറ്റ് ഓഫ് പെർഫെക്ഷൻ. പക്ഷെ ഇനിയും അതിനും കൂടുതലുണ്ടെങ്കിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടി പറയാണ്. 97 राय कहे इहारागे पूछे है ना जाने एता दीना नहीं जानी आचाये भुवने. राय कहे इहारा आगे पूछे है न जाने नहीं जानी आचय भुवने. Rai Ramanandas replied, "Until this day I did not know anyone within this media world who could inquire beyond this perfectional stage of devoted service." ഇന്ന് വരെ, അതായത് ഭൗതിക ലോകത്തിലെ ഇതിലും ഉത്തമമായിട്ടുള്ള ഒരു തലത്തിലേക്ക് ആ സംശയങ്ങൾ ചോദിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല. അതായത് എസ്പെഷ്യലി നമ്മളുടെ ഭക്തി സേവനത്തിലുള്ള ആ പെർഫെക്ഷൻ സ്റ്റേജ്, അങ്ങനത്തെ ആളെ കണ്ടിട്ടില്ല എന്നാണ് രാമൻ റായ് ചോദിക്കുന്നത്. പെർഫെക്ഷൻ സ്റ്റേജിലെത്തി. ഏറ്റവും പെർഫെക്ഷൻ ആയിട്ടുള്ള സ്റ്റേജ് മാധുര്യമാണ്. ആ മാധുര്യഭാവത്തിൽ ഗോപികമാരാണ്. ഇതെല്ലാം എത്തി ആ ഒരു ഡിവോഷണൽ സർവീസിലെ ഏറ്റവും സൗന്ദര്യമാനായിട്ട് നിൽക്കുന്നത് ഭഗവാനാണ്. അവിടെ ആനന്ദാംബുതി വർദ്ധനം, ആനന്ദം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ തലത്തിലേക്ക് എത്തിയിട്ടും ഇനിയും കൂടുതൽ വല്ലുണ്ടെങ്കിൽ പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇൻഹാര മധ്യേ രാധാര പ്രേമ സാധ്യ ശിരോമണി യൻഹാര മഹിമ സർവശാസ്ത്രേര വാഖാനി. प्रेम शिरोमणि यहार महिमा सर्वशास्त्रे वाखानी. Among the loving affairs of the gopis, Ramananda Rai continued, Srimati Radharani's love for Sri Krishna is topmost. Indeed, the glories of Srimati Radharani are highly esteemed in all revealed scriptures. അപ്പോൾ
ഈ ഇപ്പൊ വന്ന് എത്തിക്കുന്ന തലത്തിനും ഒരു പടി മുകളിലാണ് ഭഗവാനും രാധാറാണിയും തമ്മിലുള്ള ആ മെലോസ്, ആ ലവിങ് എക്സ്ചേഞ്ച്. ഇപ്പോ ഗോപികമാരുടെ അവിടെ, അതായത് ഗോപീസ് ലവ് അല്ലെ, ആ ഗോപികമാരുടെയും മാധുര്യത്തിലുള്ള ആ ഒരു ഇടപെടൽ, ഒരു എക്സ്ചേഞ്ച്, ലവിങ് എക്സ്ചേഞ്ച് ഏറ്റവും ടോപ്പിൽ. അതിലും മുകളിലാണ് ചൂടാമണിയായിട്ടാണ് നിൽക്കുന്നത് ശ്രീമതി രാധാറാണീസിന്റെ ഭഗവാൻ കൃഷ്ണൻ തമ്മിലുള്ള ആ പ്രേമം എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഏറ്റവും ടോപ്പിൽ ചൂടാമണിയായിട്ട് നിൽക്കുന്നത്. ഗ്ലോറീസ് ഓഫ് ശ്രീമതി രാധാറാണി ആർ ഹൈലി എസ്റ്റീംഡ് ഇൻ ഓൾ റിവീൽഡ് സ്ക്രിപ്റ്റേഴ്സ്. എല്ലാ സ്ക്രിപ്റ്റേഴ്സിലും, എല്ലാ റിവീൽഡ് സ്ക്രിപ്റ്റേഴ്സിലും രാധാറാണിയും ഭഗവാനും തമ്മിലുള്ള ആ ലവിങ് എക്സ്ചേഞ്ച്, മാധുരരസത്തിൽ, അതാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് എന്നാണ് രാമാനന്ദറായി പറയുന്നത്. യഥാ രാധാ പ്രിയ വിഷ്ണു തസ്യ കുണ്ടം പ്രിയം തഥാ സർവഗോപീഷു സാ വൈക വിഷ്ണോർ അത്യന്ത വല്ലഭ. यथा राधा प्रिया विष्णु तस्य कुन्दं प्रियं तथा सर्वगोपीषु सैवाका विष्णोरत्यन्तवल्लभा. Just as Srimati Radharani is most dear to Sri Krishna, her bathing place Radha Kunda is also dear to him. Among all the gopis, Srimati Radharani is supermost and very dear to Krishna, Lord Krishna. എങ്ങനെയാണോ രാധാറാണി ഭഗവാൻ കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ട ഗോപികയായിട്ട് മാറുന്നത്, അതേപോലെ തന്നെ ആ ഘാട്ട്, അതായത് ബേത്തിങ് പ്ലേസ് രാധാകുണ്ട. രാധാകുണ്ട എവിടെയാണ് രാധാകുണ്ട്? ഗോവർദ്ധനത്തില്. ആ, ഇവിടെ വൃന്ദാവനില് ഗോവർദ്ധൻ അല്ലേ. അത് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നു. എങ്ങനെ രാധാറാണി ഏറ്റവും പ്രിയപ്പെട്ട ഭക്തിയാണോ, അതേപോലെ രാധാറാണിയുടെ ബേത്തിങ് പ്ലേസ്, ആ കുളിക്കടവ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടാകുന്നു. Among all the gopis, Srimati Radharani is supermost and very dear to Lord Sri Krishna. So this verse is from the Padma Purana and is included in the Laghu Bhagavatamrita by Srila Rupa Goswami. It also appears in the Adi Leela, chapter 4, verse 215, and again in the Madhya Leela, chapter 18, verse 18. അപ്പോൾ ഈ ശ്ലോകം പത്മപുരാണത്തിനടുത്താണ്. അത് രൂപ ഗോസ്വാമിയുടെ ലഘു ഭാഗവതാമൃതത്തിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ചൈതന്യ ചരിതാമൃത ആദി ലീല 4-ാമത്തെ അധ്യായം 215-ാമത്തെ വേഴ്സിലും ഉണ്ട്. വീണ്ടും മധ്യലീല ചാപ്റ്റർ 18 and verse 8. ഇത് വീണ്ടും നമുക്ക് കാണാം. നിങ്ങളെല്ലാം ഭക്തിശാസ്ത്രി ചില ആൾക്കാരൊക്കെ പഠിച്ചാണ്. വീണ്ടും ഇതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. ഏത് പുസ്തകത്തിലാണ്? ശ്രീ പ്രഭുപാദ ഉപദേശാമൃതം. ഓക്കെ, ഇതാണ് പല ഗ്രന്ഥങ്ങളിലും പല വേദിക് സ്ക്രിപ്റ്റേഴ്സിലും ഇതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതാണല്ലോ നമ്മൾ നേരത്തെ ശ്ലോകത്തിൽ വായിച്ചത് അല്ലേ? In all revealed scriptures, indeed the glories of Srimati Radharani are highly esteemed in all revealed scriptures. ഇത് ശ്രീമദ് ഭാഗവതത്തിലെ ശ്ലോകമാണ്. അനയാരാധിതോ ന്യൂനം ഭഗവാൻ ഹരിരീശ്വര യന്നോ വിഹായ ഗോവിന്ദ പ്രീതോയാം അനയദ്രഹ. आदितो भगवान् हरिरीश्वरा यानु विहाय गोविन्दा प्रीतोयाम् अन्ययत्रः. When the gopis began to talk among themselves, they said, "Dear friends, the gopi who has been taken away by Krishna to a secluded place must have worshipped the Lord more than anyone else." അപ്പോ ഗോപികമാർ അന്യോന്യം പരസ്പരം സംസാരിക്കാൻ തുടങ്ങാണ് ഭഗവാനെ കാണാതിരുന്നപ്പോ. Dear friends, the gopi who has been taken away by Krishna to a secluded place must have worshipped the Lord more than anyone else. അപ്പോൾ രാധാറാണിയെ പറ്റി പറയുന്നത്, പക്ഷെ രാധാറാണിയെ പറ്റി ഡയറക്ട്ലി പറയുന്നില്ല, പ്രത്യക്ഷമായിട്ട് പറയുന്നില്ല. അപ്പൊ ശ്രീമദ് ഭാഗവതത്തില് രാധാറാണിയെ പറ്റിയിട്ട് എത്ര പ്രാവശ്യം പരാമർശിച്ചിട്ടുണ്ട്? സുഖദേവ് ഗോസ്വാമി എത്ര പ്രാവശ്യം രാധാറാണിയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്? പറഞ്ഞിട്ടില്ല. ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്. വേറൊരു പേരിലാണ് അന്നൊരു പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട് പ്രഭു. ഓർമ്മ കിട്ടണില്ല അവർക്ക്.
ഒരു പ്രധാന ഗോപിക എന്നുള്ള പോലെ പറഞ്ഞിട്ട് ഏ ഒരു പ്രധാന ഗോപിക എന്നുള്ള പോലെ അതാണ് ആരാധിക അതാണ് ഈ ശ്ലോകം. പ്രഭു. അതാണ് ഈ ഓ. ശ്ലോകം. മനസ്സിലായോ? ഈ ശ്ലോകം അതാണ്. ഭഗവാൻ അല്ല സുഖദേവ് ഗോസ്വാമി രാധാറാണിയെ പറ്റി ഡയറക്റ്റ് ആയിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ ഒരേ ഒരു ശ്ലോകമാണ്. രാധാറാണിയെ റിഫർ ചെയ്യുന്നത് ഈ ശ്ലോകത്തിനാണ്. അതാണ് അനയാരാധിതോ ന്യൂനം. ഈ ശ്ലോകം ഓക്കെ. ഇതാണ് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത്. അല്ലെങ്കിൽ എവിടെയും രാധാറാണിയെ പറ്റി ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ ഒരേ ഒരു ശ്ലോകമാണ്. അത് ഭക്തന്മാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. when the gopis began to talk among themselves, they said, dear friends, the gopi who has been taken away by Krishna to a secluded place must have worshipped the Lord more than anyone else. ആര് ഏത് ഗോപിയെ കൊണ്ടുപോയത്? ഭഗവാൻ രാധാറാണി അല്ലേ? രാധ വേറെ ആരെയല്ല. അപ്പൊ ആ ഗോപി എല്ലാവരെക്കാട്ടിലും കൂടുതൽ ഭഗവാനെ ഉപാസിച്ചിട്ടുണ്ടാവും, വർഷിപ്പിച്ചിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. The name Radha is derived from the words, from this verse, from the words Anaya Radhita, meaning by her the Lord is worshipped. Aradhikya. Okay, Anaya Radhita. By her the Lord is worshipped. Sometimes the critics of Srimad Bhagavatam find it difficult to find Radharani's holy name in that book. But the secret is disclosed here in the word Aradhita, from which the name Radha has come. Of course, the name of Radharani is directly mentioned in other Puranas. This Gopi's worship of Krishna is topmost, and therefore her name is Radha, or the topmost worship. അപ്പോൾ രാധാറാണിയുടെ പേര്, രാധാറാണിയും ഭഗവാൻ തമ്മിലുള്ള ആ ലവിങ് എക്സ്ചേഞ്ചസ് മറ്റ് പല ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാം ഡയറക്ട്ലി. പക്ഷേ ശ്രീമദ് ഭാഗവതില് അത് ഡയറക്ട്ലി കൊടുത്തിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് സുഖദേവ് ഗോസ്വാമി പർപ്പസ്ലി രാധാറാണിയുടെ ആയിട്ടുള്ള ആ ലവിങ് എക്സ്ചേഞ്ചസ് ഒഴിവാക്കിയത്? എന്താണ് കാരണം? രാധാറാണിയെ കുറിച്ച് പറഞ്ഞാല് എക്സ്റ്റസിയിൽ അങ്ങനെ പോകുമ്പോ സുഖദേവ് ഗോസ്വാമി രാധാറാണിയെ പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ സുഖദേവ് ഗോസ്വാമി എക്സ്പെക്റ്റിൽ പോവും. അപ്പോ 7 ദിവസത്തിന്റെ സമയം കൊടുത്തിട്ടുണ്ട് ആർക്ക്? പരീക്ഷിത് മഹാരാജന്. ഈ ശ്രീമദ് ഭാഗവതം 7 ദിവസം കൊണ്ട് മുഴുമിക്കാൻ പറ്റുമോ? പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? എക്സ്റ്റസിയിൽ പോയാൽ മാസങ്ങൾ എടുക്കും തിരിച്ചു വരാൻ. അപ്പൊ പർപ്പസ്ലി അവോയ്ഡ് ചെയ്യാണ്. ചില ആൾക്കാരെ പറ്റി പറയുമ്പോ അവർക്ക് പറയാൻ പറ്റില്ല. അവരുടെ ആ ഒരു ഗദ്ഗതം, അതിന് ഒരു പർട്ടിക്കുലർ ടോപ്പിക്, ഒരു പർട്ടിക്കുലർ പേഴ്സണാലിറ്റി, അവരോടുള്ള ഇഷ്ടം കാരണം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ആ ടോപ്പിക്ക് പറയുമ്പോൾ നമ്മൾ സൂക്ഷിക്കും, അതിനെ നമ്മൾ ടച്ച് ചെയ്യില്ല. കാരണം പിന്നെ അവിടെ സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് പർപ്പസ്ലി, വളരെ പർപ്പസ്ലി സുഖദേവ് ഗോസ്വാമി ആ ടോപ്പിക്ക് ഒഴിവാക്കിയത്. എങ്കിലാണ് ശ്രീമദ് ഭാഗവതം 7 ദിവസത്തിന്റെ ഉള്ളിൽ പരീക്ഷിത് മഹാരാജിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതില്ലെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കില്ല, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സമയപരിമിതി ഉണ്ട് ഇവിടെ അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് സുഖദേവ് ഗോസ്വാമി അങ്ങനെ ഒരു എക്സ്റ്റാറ്റിക് കണ്ടീഷനിലേക്ക് പോകാനുള്ള കാരണം? പോവും എന്നുള്ള ഒരു തോട്ട് വരാൻ കാരണം എന്തുകൊണ്ടാണ്? സുഖദേവ് ഗോസ്വാമി രാധാദേവിയുടെ തത്തയായിരുന്നു. എപ്പോഴും രാധാറാണിന്റെ കൂടെ ഇരിക്കുന്ന പേഴ്സണൽ പെറ്റ് ആയിട്ടുള്ള തത്തയാണ്. എല്ലാ സമയത്തും എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ആ ഒരു വളരെ ക്ലോസ് കണക്ഷന്. രാധാറാണിയെ പറ്റി എല്ലാം അറിയാം. അങ്ങനെയുള്ള ആ റിലേഷൻഷിപ്പില് രാധാറാണിയെ പറ്റി സംസാരിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് മുഴുമിക്കാൻ പറ്റില്ല. ഉടനെ എക്സ്പ്രസിൽ പോകും. അതാണ് ആചാര്യന്മാരെല്ലാം പറയുന്നത്. അതാണ് ഡയറക്ട്ലി രാധാറാണിയുടെ റെഫറൻസ് ഇല്ല എന്ന് പറയുന്നത്. പ്രഭു മറ്റേത് ഉള്ളത് രാധാറാണിനെ കുറിച്ച് ഏത് ശാസ്ത്രത്തില വേറുള്ളത്? പത്മപുരാണത്തിൽ ഇപ്പൊ നമ്മൾ വായിച്ചില്ലേ? ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങളുടെ രാധാറാണി. പക്ഷെ ശ്രീമദ് ഭാഗവതത്തിൽ ഡയറക്റ്റ് ആയിട്ട് റെഫറൻസ് ഇല്ല. അതിന്റെ കാരണം ഇതാണ്. ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ടെന്നാണ് പറയുന്നത്. പ്രഭു കഹേ ആകെ കഹാ സുനിതേ പായ് സുഖേ അപൂർവാമൃതാനാദി വഹേ തുമാരാ മുഖേ. प्रभु कहे सुनिते पाए अपूर्व नदी वहे तुम्हारा मुखे. Chaitanya Mahaprabhu, Lord Sri Chaitanya Mahaprabhu said, please speak on.
വീണ്ടും പറയൂ. I am very happy to hear you because a river of unprecedented nectar is flowing from your mouth. ഓ, വീണ്ടും വീണ്ടും സംസാരിക്കൂ. അതായത് അമൃതത്തിന്റെ അതിന്റെ നെക്ടാറാണ് ഒരു നദി ഒഴുകി വരുന്ന പോലെ അങ്ങയുടെ ലോട്ടസ് മൗത്ത് നിന്ന് വരുന്നത് എന്നാണ് പറയുന്നത്. ചുരി കരി രാധാകേ നീല ഗോപി ഗണേരധരെ അന്യാപേക്ഷ ഹൈലെ പ്രേമേര ഘാതാതാന സ്ഫുരേ. चूरी करे राधिका नीले गोपिका निराधरे अन्यापेक्षा हैले प्रेमेरा गताता न स्फुरे. During the Rasa dance, Sri Krishna did not exchange loving affairs with Srimati Radharani due to the presence of other gopis. Because of the dependence of others, the intensity of love between Radha and Krishna was not manifest. Therefore, he stole her away. എന്താണ് പറയുന്നത്? രാസ ഡാൻസ് സമയത്ത് മറ്റുള്ള ഗോപികമാരുടെ ഇടയില് ഭഗവാൻ കൃഷ്ണനെ ശ്രീമതി രാധാറാണിയുടെ ആ ടോപ്പ് മോസ്റ്റ് ലവിങ് എക്സ്ചേഞ്ച് പ്രകടിപ്പിക്കാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. അത് കാരണമാണ് ശരിക്കും അതിന്റെ ഇന്റൻസിറ്റിയില് തീവ്രമായിട്ടുള്ള ആ സ്റ്റേജിലേക്ക് അവരുടെ ലവിങ് എക്സ്ചേഞ്ച് മാനിഫെസ്റ്റ് ആയില്ല. അതുകൊണ്ടാണ് രാധാറാണിയെ അവിടുന്ന് പതുക്കെ കടത്തിക്കൊണ്ടായത് എന്നാണ് അവരുടെ വാദം. Out of fear of other gopis, Lord Sri Krishna took Srimati Radharani in a secluded place. In this regard, the verse Kamsarir Api, verse 106 in this chapter, will be quoted from the Gita Govinda of Jayadev Goswami. Jayadev Goswamiയുടെ ഗീതാ ഗോവിന്ദവും ഭഗവാന്റെ രാസലീലയെ പറ്റിയിട്ടുള്ള ഒരു വർണ്ണനയാണ്. 103 राधा लागी गोपी रे अदि साक्षात्कारे त्यागा ताबे जानी राधाया कृष्णेरा घादानुरागा. राधा लगी गोपी रे यादि साक्षात्कारे त्यागा तबे जानी राधाया कृष्णेरा गाता अनुरागा. If Lord Krishna rejected the company of the other gopis for Srimati Radharani, we can understand that Lord Sri Krishna has intense affection. അപ്പോൾ ഒരു കൂട്ടം ഗോപികമാരിൽ നിന്ന് ഒരു പ്രത്യേക ഗോപിയെ മാത്രം കൂട്ടിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്ന പറഞ്ഞാൽ എന്താണ് നമ്മൾ അനുമാനിക്കേണ്ടത്? തീർച്ചയായിട്ടും ആ പ്രത്യേകമായിട്ടുള്ള ഗോപിയോട് കൂടുതൽ അടുപ്പമുണ്ട്, കൂടുതൽ സ്നേഹമുണ്ടെന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. അല്ലേ? സോ രായ കഹേ താബേ സുന പ്രേമേര മഹിമ ത്രിജഗത്തെ രാധ പ്രേമേര നാഹിക ഉപമ. प्रेमेरा महिमा त्रिजगरे राजा प्रेमेरा महिमा. Ramanandara continued, please therefore hear from me about the glories of Srimati Radharani's loving affairs. They are beyond compare within these three worlds. ഈ 3 ലോകത്തിലും ഒരു സ്നേഹബന്ധമില്ല രാധാറാണിയും ശ്രീകൃഷ്ണൻ തമ്മിലുള്ള ബന്ധത്തെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന എന്നാണ് രാമാനന്ദറായ പറയുന്നത്. गोपी गणेरा रासा नृत्य मंडली छाड़िया राधा चाहिए बने फिरे विलापा करिया. गोपी गणेरा रस नृत्य मंदिला चाडिया राधा चाहिए वाने फिरे विलापा कारिया. Finding herself treated equally with all the other gopis, Srimati Radharani displayed a tricky behavior and left the circle of the rasa dance. അപ്പൊ രാധാറാണി ഇവിടെ ഒരു ട്രിക്ക് ചെയ്തു. എന്താണ്? എല്ലാവരെ പോലും എന്നെയും ട്രീറ്റ് ചെയ്തു ഭഗവാൻ. അതുകൊണ്ട് എന്താണ് രാധാറാണിക്ക് അവിടുന്ന് ആ രാസ ഡാൻസ് സർക്കിളിൽ നിന്ന് അതൊക്കെ അപ്രത്യക്ഷമായി. മിസ്സിംഗ് ശ്രീമതി രാധാറാണീസ് പ്രസൻസ് കൃഷ്ണ ബിക്കേം വെരി അൺഹാപ്പി. അപ്പൊ കൂട്ടത്തിലെ എല്ലാവരും കൂട്ടത്തിലുണ്ടായിരുന്ന രാധാറാണി അപ്രത്യക്ഷമായപ്പോ ഭഗവാൻ കൃഷ്ണനും അത് സഹിച്ചില്ല. അപ്പൊ കൃഷ്ണ ബിക്കേം വെരി അൺഹാപ്പി and began to lament and wander throughout the forest to search around. അപ്പോൾ രാധാറാണി അന്വേഷിച്ച് പോകാൻ തുടങ്ങി. കംസാരീർ അഭി സംസാര, ഇതിനെ പറ്റിയാണ് നേരത്തെ പറഞ്ഞത്. കംസാരീർ അഭി സംസാര വാസന ബദ്ധ ശ്രീകലാം രാധാം ആദായ ഹൃദയേ തത്യാജ വ്രജ സുന്ദരി. अभिसंसारा वसनाबद्ध श्रीकलं राधाम अध्याय हृदये तत्याज व्रज सुंदरा.
Lord Krishna, the enemy of Kamsa. അതാണ് ഇവിടെ കംസ അരിയർ, അതായത് കംസനെ അരിച്ചത്, കംസനെ കൊന്ന ആള് രാധ. അപ്പോ ഭഗവാൻ കൃഷ്ണനെ ഇവിടെ എങ്ങനെയാണ് സംബോധന ചെയ്യുന്നത്? ദ എനിമി ഓഫ് കംസ. അരി പറഞ്ഞാൽ എനിമി. ഓക്കെ, കംസാരി. Took Srimati Radharani within his heart, for he decided to dance with her. Thus he left the arena of the Rasa dance and the company of all other beautiful damsels of Vraja. അങ്ങനെ രാധാരണി മാത്രം തൻ്റെ ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ട് അവിടുന്ന് ആ ഗോപികമാരുടെ ഗ്രൂപ്പിൽ നിന്ന് ഭഗവാൻ അപ്രത്യക്ഷമായി എന്നാണ് പറയുന്നത്. ഇതസ്തതസ്താമനുസൃത്യ രാധികാം അനംഗബാണവ്രണ ഖിന്നമാനസാം കൃതാനുതാപ സകലിന്ദ നന്ദിനി തഥാന്തകുഞ്ചേ വിഷസാദ മാധവ. തതസ്താമനുസൃത്യ രാധികാമനംഗബാണവ്രണ കൃതാനുതാപ സകലിന്ദനന്ദിനി തദാന്തകുഞ്ചേ വിഷസാദ മാധവ. Being afflicted by the arrow of Cupid and unhappily regretting his mistreating Srimati Radharani, Madhava, Lord Krishna began to search for her along the banks of the Yamuna river. When he failed to find her, he entered the bushes of Vrindavana and began to lament. അപ്പോൾ ആ രാധാറാണിയുടെ വിരഹം കാരണം ഓക്കെ ആ ഭഗവാൻ കൃഷ്ണൻ എന്താ ചെയ്ത് എല്ലാ സ്ഥലത്തും അന്വേഷിക്കാൻ തുടങ്ങി. അലോങ് ദ ബാങ്ക്സ് ഓഫ് യമുന റിവർ, യമുന തീരത്ത് എല്ലാ സ്ഥലത്തും അന്വേഷിക്കുന്നു. അദ്ദേഹം രാധാറാണിയെ കാണാതിരുന്നപ്പോൾ വൃന്ദാവനത്തിന്റെ ആ ബുഷസിന്റെ ഇടയിൽ പോയിട്ട് അവിടെ പോയിട്ടിരുന്നിട്ട് ദുഃഖിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ദീസ് ടു വേഴ്സസ് ആർ ഫ്രം ദ ഗീതാ ഗോവിന്ദ് റിട്ടൺ ബൈ ജയദേവ് ഗോസ്വാമി. അപ്പോൾ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഈ രണ്ട് ശ്ലോകങ്ങളും ഗീതാ ഗോവിന്ദ് എന്നാണ് കോട്ട് ചെയ്തെന്ന് പറയുന്നു. हे दुई श्लोकेरा अर्थ विचारी ले जानी विचारिते उठे ये ना अमृते रखानी. हे दुई श्लोकेन अर्थ विचारिला जानी विचारिता उतेयेन अमृतेरा कहानी. Simply by considering these two verses, one can understand what nectar there is in such dealings. It is exactly like freeing a mine of nectar. അപ്പൊ ഈ രണ്ട് ശ്ലോകത്തിന്റെയും അർത്ഥം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് അത് അറിയാൻ പറ്റും. അതായത് എന്തൊരു അമൃതമാണ് ഈ ഡീലിങ്സ്. അതായത് ഭഗവാൻ കൃഷ്ണനും രാധാറാണിയും തമ്മിലുള്ള ഈ റെസിപ്രോക്കൽ ഡീലിങ്സിൽ എത്രയുണ്ടെന്ന്, ഇറ്റ്സ് ലൈക്ക് ഫ്രീയിങ് എ മൈൻ ഓഫ് നെക്ടർ. അതായത് ഒരു അമൃതഖനി തുറന്നു വിട്ടാൽ എങ്ങനെ അതുപോലെ ഇരിക്കും എന്നാണ് പറയുന്നത്. അത് അമൃതം ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. ശതകോടി ഗോപി സംഘേ രാസവിലാസ താരാമധ്യേ ഏകാമൂർത്തിയെ രാഹേ രാധാപാസ. शतकोटि गोपी संके रसविलासा तारा मध्ये एकामूर्ते राहे राधापासा. ശതകോടി ഗോപി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതോ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ശതകോടി എത്ര ഗോപികമാരുണ്ടായിരുന്നു? ഒന്നും രണ്ടെന്നല്ല, തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ്, ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്. ശത പറഞ്ഞാൽ 100 അല്ലേ, കോടി പറഞ്ഞാൽ കോടി തന്നെ. അപ്പോൾ അങ്ങനെ കോടിക്കണക്കിന് ഗോപികമാരുണ്ടായിരുന്നു. അതൊന്നും സാധാരണ ആൾക്കാരോട് പറഞ്ഞാൽ ഇത്രയും കോടി ജനങ്ങൾ എവിടെ എങ്ങനെ ഈ വൃന്ദാവനത്തില് എവിടെ അവർക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ഭഗവാന്റെ ലീലയാണ്. ഭഗവാന്റെ ലീലയില് ആ എത്ര ചെറിയ സ്ഥലമാണ്, എത്ര വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. എത്ര ഗോപികമാർ വേണമെങ്കിലും അവിടെ ആ രാസ ഡാൻസിൽ പങ്കെടുക്കാനുള്ള സൗകര്യം ഭഗവാൻ ഉണ്ടാക്കി കൊടുക്കാൻ ജസ്റ്റ് ബൈ തോട്ട്, ജസ്റ്റ് ഭഗവാൻ ആലോചിക്കുകയും വേണ്ടു. അതിനുള്ള സേവകന്മാരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൽറാമിന്റെ ഇതാണ് ദൗത്യമാണ്. ബൽറാമൻ ആണ് സേവകനായിട്ട് അവിടെ ഉള്ളത്. ഡാമിന്റെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും എല്ലാം സംഭവിക്കുന്നത് ഭഗവാന്റെ ആ സേവനം കാരണമാണ്. അപ്പോ ഭഗവാൻ കൃഷ്ണന്റെ ഇമ്മീഡിയറ്റ് എക്സ്പാൻഷനാണ് ബൽറാം. ആ ബൽറാമാണ് എല്ലാ സേവനം ചെയ്തു കൊടുക്കുന്ന ധാമിനെ പറ്റിയിട്ടുള്ളത്. ഇതെല്ലാം സംഭവമാണ്. നമ്മൾക്ക് നമ്മളുടെ ചെറിയ ഇടുങ്ങിയ ഈ മനസ്സിൽ ഇതൊന്നും ഉൾക്കൊള്ളാനുള്ള കഴിവ് നമുക്കില്ലാത്തതുകൊണ്ട് ഇതെല്ലാം സൂപ്പർസ്റ്റിഷ്യനാണ്,
അല്ലെങ്കിൽ ഇതെല്ലാം മിത്താണ് എന്നുള്ള ആ ഒരു ഐഡിയ വെച്ച് നമ്മൾ മുന്നോട്ട് പോകും. അതല്ല അതിന്റെ കാര്യം. സോ ആൾദോ കൃഷ്ണ വാസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് ഗോപീസ്, കോടിക്കണക്കിലുള്ള ഗോപികുമാരുടെ ഇടയിലാണ് ഡ്യൂറിങ് ദ രാസ ഡാൻസ്. He still kept himself in one of his transcendent forms by the side of Srimati Radha. അപ്പോൾ കൃഷ്ണൻ എപ്പോൾ ആഗ്രഹിക്കുന്നു അപ്പൊ തന്നെ ഭഗവാന്റെ ഒരു രൂപത്തില് ഒരു എക്സ്പാൻഷനിലെ രാധാരന്റെ സൈഡിൽ എപ്പോഴും ഉണ്ടായിരിക്കും. എപ്പോഴും രാധാരന്റെ സൈഡിൽ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അത് ഭഗവാന്റെ ഇച്ഛയാണ്. ആരുടെ കൂടെയൊക്കെ പോകണമെന്ന്, എങ്ങനെയൊക്കെ എക്സ്പാൻഡ് ചെയ്യണം എന്നെല്ലാം ഭഗവാന്റെ ഇച്ഛയാണ്. സാധാരണ പ്രേമേ ദേഖി സർവത്ര സമത, രാധാര കുട്ടില പ്രേമേ ഹൈല വാമത. സാധാരണ പ്രേമേ ദേഖി സർവത്ര സമത, രാധാഹാര കുട്ടില പ്രേമേ ഹൈല വാമത. Lord Krishna is equal to everyone in his general dealings, but due to the conflicting ecstatic love of Srimati Radharani, there were opposing elements. സാധാരണ തലത്തിൽ നോക്കുമ്പോൾ ഭഗവാൻ എല്ലാവർക്കും ഈക്വൽ ആണ്. അതാണ് ഭഗവത്ഗീതയിലും ആ ഫിലോസഫിയെ നമുക്ക് പറഞ്ഞു തന്നത്. സമൂഹം സർവഭൂതേഷു, എല്ലാവർക്കും ഈക്വൽ ആണ് ഇൻ ജനറൽ ഡീലിങ്സ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള ആ ഒരു കോഞ്ചുഗൽ ലവ്, മാധുര്യ രസത്തിലെ അദ്ദേഹം, കാരണം അവിടെ നിന്നുള്ള ആ ഒരു കോഞ്ചുഗൽ ലവിന്റെ ആ ശക്തി അത് വരുമ്പോൾ തീർച്ചയായിട്ടും അതനുസരിച്ചിട്ട് റെസിപ്രോക്കേറ്റ് ചെയ്തേ പറ്റൂ. അതാണ് പറയുന്നത് കോൺഫ്ലിക്റ്റിംഗ് എക്സ്റ്റാറ്റിക് ലവ് ഓഫ് ശ്രീമതി രാധാറാണി. മറ്റുള്ളവരെക്കാളും എത്രയോ ഉയർന്ന നിലയിലുള്ള ആ ഒരു രസം, ഓക്കെ, ആ ഒരു സ്നേഹബന്ധം, അത് കാരണം നമുക്ക് തോന്നും ഭഗവാൻ ചില ആൾക്കാരോട് മാത്രം സ്പെഷ്യാലിറ്റി, ഒരു ഫേവർ കാണിച്ചു കൊടുക്കുന്നു. അത് ആക്ച്വലി ഫേവർ അല്ല, അത് അവരെ അർഹിക്കുന്നതാണ്. മറ്റുള്ള എല്ലാവരെക്കാട്ടിലും കൂടുതൽ ഇവരെ അറിയിക്കുന്നു. കാരണം അത്രയും സെൽഫ്ലെസ് ആയിട്ടുള്ള ലവാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. രണ്ടാമത്തെ ആ സ്റ്റാൻസയിൽ ഭഗവാൻ പറയുന്നത്, ഏ ഭജന്തി തു മാം ഭക്ത്യ മയി തേ തേച്ചു ചാപ്യം. എല്ലാവർക്കും സമമാണെങ്കിലും കൂടിയിട്ട് എന്നോട് ആരാണോ ഏറ്റവും കൂടുതൽ സ്നേഹം എനിക്ക് തരുന്നത് അവരോട് എനിക്ക് ഒരു സ്പെഷ്യൽ ഫേവർ, അവർക്ക് സോഫ്റ്റ് കോർണർ എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരിക്കും. അത് പാർഷ്യാലിറ്റി അല്ല, അവർ അർഹിക്കുന്നതാണ്, അല്ലെ എന്നാണ് പറയുന്നത്. आहर इवागति प्रेमना स्वभाव कुटिल भवेत् अतो हेतोरहेतोश्च यूनोर्मना उदंचति. आहेरिवागति प्रेम्णा संभवा कुटिला भवेत् अतो हेतुरहेतश्च यानुर्मना उदानति. The progress of loving affairs between a young boy and a young girl is like the movement of a snake. അപ്പൊ അതിനൊരു കമ്പാരിസൺ കൊടുത്തിരിക്കുന്നത് ലവിങ് അഫയേഴ്സ്, സ്നേഹബന്ധം, ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിലുള്ള ആ പ്രേമബന്ധത്തിന്റെ പ്രോഗ്രസ് എന്തിനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ലൈക്ക് ദ മൂവ്മെന്റ് ഓഫ് എ സ്നേക്ക്, ഒരു പാമ്പിന്റെ മൂവ്മെന്റ് ആണ്. ഓൺ ദിസ് അക്കൗണ്ട് ഓഫ് ദിസ്, ടു ടൈപ്സ് ഓഫ് anger arise between a young boy and a girl, anger with cause and anger without cause. Okay. അപ്പോ എന്താണ് അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പാമ്പിന്റെ എന്താണ് ഇവിടെ ഉപമ കൊടുക്കാൻ കാരണം? അങ്ങനെയുള്ള പാമ്പുകാർക്ക് ഒരു കാരണം ഉണ്ടായിട്ടും കാരണം ഇല്ലാതെയും ദേഷ്യം വരാം എന്നാണ് പറയുന്നത്. ഡ്യൂറിങ് ദ രാസ ഡാൻസ്, വൺ ഫോം ഓഫ് കൃഷ്ണ വാസ് ബിറ്റ്വീൻ എവറി ടു ഗോപീസ്. അപ്പോ ഭഗവാന്റെ ഒരു എക്സ്പാൻഷൻ രണ്ട് ഗോപികമാരുടെ ഇടയിൽ ഉണ്ടായിരിക്കും. ബട്ട് ബൈ ദ സൈഡ് ഓഫ് ശ്രീമതി രാധാറാണി ദർ വാസ് ഓൺലി വൺ കൃഷ്ണ. അപ്പൊ രാധാറാണിക്ക് മാത്രം സ്പെഷ്യൽ, എപ്പോഴും രാധാറാണിന്റെ അടുത്ത് ഒരു എക്സ്പാൻഷൻ. മറ്റവർക്കൊക്കെ എന്താ, രണ്ട് ഗോപികമാരുടെ ഇടയിൽ ഒരു കൃഷ്ണ. Although this was the case, ശ്രീമതി രാധാറാണി still manifested disagreement with കൃഷ്ണ. കാരണം എന്താണ്? എല്ലാവരുടെയും ഇടയിലാണ്. എനിക്ക് ഒരു പ്രൈവസി, ഒരു സെപ്പറേറ്റ് സ്പെഷ്യൽ ഫേവർ ഇല്ല, എന്നെ സ്പെഷ്യലായിട്ട് കാണുന്നില്ല, എല്ലാവരും ഇടയിലല്ലേ ഞാൻ എപ്പോഴും എന്നാണ്. അപ്പോഴും രാധാറാണിക്ക് അവിടെ ഡിസഗ്രിമെന്റ് ഉണ്ടായിരുന്നു, കുറച്ച് ഒരു ദേഷ്യമുണ്ടായിരുന്നു. കാരണം വെച്ചാൽ എല്ലാവരും കൂടിയല്ലേ ഞാനും ഡാൻസ് ചെയ്യുന്നത്. എന്തായാലും രാധാറാണിക്ക് സ്പെഷ്യലായിട്ട് ഭഗവാൻ അവിടെ എപ്പോഴും അടുത്തുണ്ട്. മറ്റുള്ളവർക്കൊക്കെ ഈ രണ്ട് ഗോപിമാരുടെ ഇടയിൽ ഭഗവാൻ ഒന്നേ ഉള്ളൂ. സോ ദിസ് വേഴ്സ് ഈസ് ഫ്രം ദ ഉജ്ജ്വല നീലാമണി ശൃംഗാര ഭേദ
Kathana written by Srila Rupa Goswami. Ujjala Nilamani എന്നുള്ള പുസ്തകത്തിൽ നിന്നെടുത്താണ് ശ്രീല രൂപ ഗോസ്വാമിയുടെ ഈ particular verse. Text 112. Krodha kari rasa chadi ingela mana kari tandre na dekhiya vyakula haila Sri Hari. क्रोध करी रसा चाडी गेला मन करी तंड्रेन देखिया व्याकुला हाइला श्री हरि. When Radharani left the rasa dance out of anger and resentment, Lord Sri Krishna became very anxious because he could not see her. അങ്ങനെ ദേഷ്യം വന്നിട്ട് രാധാറാണി രാസ ഡാൻസിന്റെ ഏരിയയിൽ നിന്ന് അപ്രത്യക്ഷമായപ്പോൾ ഭഗവാൻ കൃഷ്ണന് ഭയങ്കര ഇതായി ആകാംക്ഷ, എന്താണ് ഇനി ചെയ്യേണ്ടത്, എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. സമ്യക് സാരാവാസന കൃഷ്ണ രാസലീല വാസനാത്തെ രാധിക ശൃംഖല. सम्यक् सरावसना कृष्णेरा रसलीला वसना ते राधिका श्रृंखला. Lord Krishna's desire in the Rasalila circle is perfectly complete, but Srimati Radharani is the binding link in that desire. അപ്പോൾ ഭഗവാൻ കൃഷ്ണന്റെ ആഗ്രഹം രാസലീല ഡാൻസിൽ അത് കംപ്ലീറ്റ് ആണ്, പക്ഷേ രാധാറാണി ഇസ് ബൈൻഡിങ് ലിങ്ക് ഇൻ ദാറ്റ് ഡിസൈർ. രാധാറാണി അവിടെ ഇല്ലെങ്കിൽ ആ പെർഫെക്ഷൻ, ആ കംപ്ലീറ്റ്നെസ്, പൂർണ്ണത ഉണ്ടായിരിക്കില്ല. കാരണം രാധാറാണി ഉണ്ടാവുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് തോന്നുന്നത്. അപ്പൊ ആ വ്യക്തി തന്നെ, ആ ഭക്ത തന്നെ അവിടുന്ന് അപ്രത്യക്ഷമായാൽ അവിടെ കംപ്ലീറ്റ്നെസ്, പൂർണ്ണത ഉണ്ടായിരിക്കില്ല. താൻഖാ വിനു രാസലീല നാഹി ഭായ ചിത്തെ മണ്ഡലി ഛാടിയ ഗേല രാധാൻ അന്വേഷിതേ. तन्हा विनु रसलीला नाही पाया चिते मंडेला चाडिया गेला राधा अन्वेषिते. നമ്മൾ പറയും അന്വേഷിക്കുക, അതന്നെ സെയിം, അന്വേഷിതേ, സെർച്ച് ഫോർ. The rasa dance does not shine in the heart of Krishna without Srimati Radharani. അപ്പോൾ രാസ ഡാൻസ് ശ്രീമതി രാധാറാണി ഇല്ലാത്ത രാസ ഡാൻസ് അല്ല. കാരണം വെച്ചാൽ ഭഗവാൻ ഏറ്റവും ആകർഷിക്കപ്പെടുന്നത് ആരോടാണ്? രാധാറാണിയോട്. ആ രാധാറാണി അവിടെ ഇല്ലെങ്കിൽ ആ രാസ ഡാൻസിന് മാധുര്യം ആ ടോപ്പ് മോസ്റ്റ് തലത്തിൽ എത്തില്ല, മാധുര്യരസം. Therefore, he also gave up the circle of the rasa dance and went out to search for. അതുകൊണ്ട് രാധാറാണി അവിടുന്ന് അപ്രത്യക്ഷപ്പെട്ടപ്പോൾ കൃഷ്ണനും അവിടുന്ന് അപ്രത്യക്ഷമായി രാധാറാണിയെ തെരയാൻ വേണ്ടി പോയി. ഇതസ്തഥാ ഭ്രമി കാൻഹാൻ രാധാന പാന വിഷാദകരേണ കാമാ ബാണേ ഖിന്നഹാന. इतस्ततः भ्रमिका हान राधा न पाना विषादा करेण कामा बाने किन्हाना. When Krishna went out to search for Srimati Radharani, he wandered here and there. Not finding her, he became afflicted by the arrow of Cupid and began to lie. Radharani അന്വേഷിച്ചിട്ട് കൃഷ്ണൻ പല സ്ഥലത്തും പോയി, പക്ഷെ കാണാൻ പറ്റിയില്ല. കാണാത്തതുകൊണ്ട് ദുഃഖിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ശ്ലോകം കൂടി എടുക്കാം. സദകോടി ഗോപീതേന ഹേ കാമ നിർവാപണ താഹേതി അനുമാനി ശ്രീ രാധികാര ഗുണ. सता कोटि कोपीते नहि कामा निर्वापना ताहि ते अनुमानी श्री राधिकारा गुणा. Since Krishna's lusty desires were not satisfied even in the midst of hundreds of thousands of gopis, and he was thus searching after Srimati Radharani, we can easily imagine how transcendently qualified she is. അപ്പോൾ ഭഗവാന്റെ ആഗ്രഹങ്ങൾ എത്രയോ ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്, കോടിക്കണക്കിനുള്ള ഗോപികുമാരുണ്ടായിട്ടും ഭഗവാന്റെ ആഗ്രഹങ്ങള് പൂർത്തീകരിക്കാനുള്ള ഒരു അവസരം അവിടെ ഭഗവാൻ തോന്നിയില്ല. ഭഗവാന്റെ ആഗ്രഹം എന്തായിരുന്നു? എപ്പോഴും രാധാറാണിയായിട്ട് ആ ഉള്ള ആ സ്നേഹബന്ധത്തിൽ എപ്പോഴും കഴിയാന്നുള്ളത്. അപ്പൊ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കും, രാധാറാണിയും ഭഗവാനും തമ്മിലുള്ള ആ ദിവ്യമായിട്ടുള്ള ആ ഒരു തലം, അതേ രാധാറാണിയുടെ ദിവ്യമായിട്ടുള്ള ആ തലം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കമ്പയർ ടു അതർ ഗോപീസ്, മറ്റു ഗോപികുമാരെ കമ്പയർ ചെയ്യുമ്പോൾ രാധാറാണിയുടെ പ്ലേസ്, സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇത്രയും കോടിക്കണക്കിന് ഗോപികമാർ അവിടെ ഉണ്ട്. അവർക്ക് എല്ലാവരും കൂടി പുട്ട് ടുഗദർ ഭഗവാൻ കൃഷ്ണനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ല അല്ലേ? അത് കാരണമാണ് രാധാറാണി അവിടുന്ന് അപ്രത്യക്ഷപ്പെട്ടപ്പോൾ
ഭഗവാൻ അവിടുന്ന് അപ്രത്യക്ഷ രാധാറാണിയുടെ പിന്നാലെ പോയി. ഭഗവാൻ തന്നെ പറയുന്നത് എല്ലാവരും എന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നു, ഞാൻ രാധാറാണിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്ന് പറയുന്നു. സോ ദാറ്റ് ഈസ് ദ സ്റ്റാറ്റസ്. അതാണ് രാധാറാണിയുടെ ആ സ്നേഹത്തിന്റെ തലം എന്നാണ് ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത്. രാമാനന്ദറായ് ചൈതന്യ മഹാപ്രഭു സംവാദത്തിലൂടെ നമ്മൾ പറഞ്ഞു തരാൻ. ദാറ്റ്സ് എ ടോപ്പ് മോസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. സോ ടെക്സ്റ്റ് 117 ആണ് അടുത്തത്. നമ്മുടെ ഏത് ശ്ലോകത്തിനാണ് തുടങ്ങിയത്? 91. 91 അല്ലേ? അടുത്ത ക്ലാസ്സിൽ 117 ഒന്ന് നോട്ട് ചെയ്തോളൂ മാതാജി. ഹരേ കൃഷ്ണ. വാഞ്ചാ കൽപതരുഭ്യശ്ച पतितानां पावनेभ्यो वैष्णवेभ्यो नमः। अनंत कोटि वैष्णव की जय। श्रील प्रभुपाद की जय। गुरु महाराज की जय। जय गो प्रेम।